ഹലോ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ താണ്ടെ പച്ചടി ഉണ്ടാക്കുന്ന ഒരു പണിപ്പുരയിലാണ് കേട്ടോ. കണ്ടേ, ഇതും ഒരു കല തന്നെയല്ലേ, നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നു, എല്ലാവർക്കും ടേസ്റ്റിയുടെ ഉണ്ടാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് പണിപ്പുര എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പച്ചടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് വെള്ളരിക്കയാണ് കേട്ടോ. ഈ വെള്ളരിക്ക നിങ്ങൾക്ക് ചിലപ്പം ഓർമ്മയുണ്ടായിരിക്കും, എൻ്റെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഈ വെള്ളരി മരമാണുള്ളത്, സോറി ചെടിയാണുള്ളത്. കണ്ടേ, ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഓരോ വെള്ളരിയുടെ സ്കിന്ന് ഓരോ ടൈപ്പ് ആയിരിക്കും ഇല്ലേ. ചിലതിൻ്റെ വന്നിട്ട് എന്താ പറയുന്നത്, ഒരു യെല്ലോ കളറായിരിക്കും, ചിലത് യെല്ലോയും വെള്ളയും ചേർന്നതായിരിക്കും, ചിലതിന് ഫുള്ളൊരു ഗ്രീൻ ആയിരിക്കും. ഇത് ആ ഒരു ഗ്രീൻ ഇനത്തിൽ പെടുന്നതാണ് കേട്ടോ. ഇത് തടിയങ്കയല്ല വെള്ളരിയല്ല, ആ ഒരു മോഡലാണ് കേട്ടോ. നമുക്ക് ഇതുകൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ പച്ചടി അരിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് പച്ചടിയുടെ അരപ്പ്. 1 2 3 കണ്ടേ, പച്ചടി അരപ്പ് തേങ്ങയും ജീരകവും കടുകെല്ലാം അരച്ച് ഞാൻ നേരത്തെ കരണ്ട് പോകുന്നതിന് മുമ്പ് അരച്ച് വെച്ചു. അതാണിപ്പോൾ ടങ്ടട എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് വേണ്ടത് തൈര്. ഓക്കെ, നല്ല കട്ട തൈരാണ് ഇതിനാവശ്യം. ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ട തൈരാണ് കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുവാണ്, എനിക്ക് മാക്സിമം ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെയാണ് മേടിക്കുന്നത്. കാരണം ഇതിന് പുളി കുറവായിരിക്കും, കട്ടി കൂടുതലുമായിരിക്കും. അപ്പം പച്ചടിക്കൊക്കെ ഏറ്റവും നല്ലത് നല്ല കട്ടി കൂടിയ തൈരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തൈരൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല കട്ടി തൈര്. ഇത്രയും തൈര് നമുക്ക് ആവശ്യമാണ്. ഞാൻ പാത്രം വെച്ച് കൊടുത്ത് പച്ചടി വെക്കാനായിട്ട്. കണ്ട, പച്ചടിയിലേക്ക് എപ്പോഴും മിസ്റ്റേക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. പാത്രത്തിലേക്ക് വെള്ളരിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വെക്കാം. ഭയങ്കര സൗണ്ട് വരുന്ന അടിയിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ താണ്ട് പച്ചടിയിൽ കണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ വെള്ളരിയുടെ കുരുവൊക്കെ കിടക്കുന്നു. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. 1-2 കുരുവൊക്കെ അരിയുമ്പോൾ വരും, സ്വാഭാവികം. ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തു. അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, പകുതി വെള്ളം മതി. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് വേവിക്കാൻ വെക്കാം. നമ്മുടെ പച്ചടി വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പച്ചടിയിൽ നിന്നും വെള്ളം ഇറങ്ങും. ഞാൻ ഇച്ചിരി പച്ചമുളക് കേട്ടോ അരപ്പിൽ അരച്ച്, അതുകൊണ്ട് അധികം ഒന്നുമില്ല, ഭയങ്കര എരിയുള്ള പച്ചമുളകാണ്. ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തുള്ളൂ. കടുക് ഇറക്കുമ്പോഴും പിന്നെ നമ്മൾ ഇത് ഇടുമല്ലോ, ഇതിനൊന്നും അധികം എരിയുടെ ആവശ്യമില്ല. തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ പുളിശ്ശേരി മാമ്പഴം അന്ന് വെച്ച മാമ്പഴക്കറിയല്ല, ഇച്ചിരി മോര് കാച്ചുന്നത്. അപ്പം ചെറിയ മാങ്ങ ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് പുളിശ്ശേരി കാച്ചാന്ന്. അത് രണ്ടും തൊട്ടടുത്തിരിക്കുകയാണ്. പച്ചരിയുടെ തീ ഞാനങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കുറച്ച് ചൂട് പോട്ട് ഓഫ് ചെയ്ത് കൊടുത്ത്, അതായത് തിളക്കരുത് നമ്മൾ. പിന്നെ ഞാനങ്ങ് അരപ്പിടുവാണ് കേട്ടോ. അരപ്പിട്ട് കൊടുത്ത് ഞാൻ ഇളക്കുവാണ്. പച്ചടി ചെറു ചൂടാണ് കേട്ടോ, തിളയ്ക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മുടെ പച്ചടിയിൽ അതെല്ലാം ചൂടാറി ഞാൻ കട്ടി തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ട, അധികം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമുള്ളത്. കടുവൊക്കെ വറുത്ത് അത് ഇരുന്നങ്ങ് അത് കറക്റ്റ് പാകത്തിലായിക്കോളും. അങ്ങനെ നമ്മുടെ പച്ചടി റെഡിയായി. പച്ചടിയിലുള്ള കടുക് വറുത്തത് ഇട്ട് കൊടുത്ത്, അങ്ങനെ ഒന്നും വീഴുന്നില്ല, മുളകെല്ലാം അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലായിടത്തും ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് പച്ചടിക്കൊന്നും വെക്കുമ്പോൾ ഇളക്കത്തില്ല കേട്ടോ. ജസ്റ്റ് എല്ലായിടും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് സൈഡിൽ നിന്ന് എടുത്താൽ മതി. അങ്ങനെ എൻ്റെ പച്ചടിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻസിൽ ഒന്ന് രേഖപ്പെടുത്തണേ. നമ്മുടെ വീട്ടിലുണ്ടായ പച്ചക്കറിയിൽ നിന്നുണ്ടായൊരു പച്ചടി, ആഹാ എന്താ അന്തസ്, അതിൻ്റെ ഒരു സന്തോഷം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക്. അപ്പം ചോറെടുത്ത് പച്ചടിയൊക്കെ വെച്ചുകൊണ്ട് എന്തെന്ന് അറിഞ്ഞൂടാ, ചോറ് കഴിക്കാൻ ഭയങ്കര സന്തോഷം. എനിക്ക് സത്യം പറയുന്നത്, എനിക്ക് വെജാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ പച്ചടി ഞാൻ ഇങ്ങോട്ട് വെക്കുകയാണ്. കുറച്ചേറെ പച്ചടി എടുത്തോട്ടെ. ഫ്രഷായിട്ട് ഇച്ചിരി കൂടുതൽ പച്ചക്കറി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. കുറച്ചേറെ പച്ചക്കറി എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇന്ന് ഫുള്ളി വെജിറ്റേറിയൻ ആണ് കേട്ടോ ഇന്നത്തെ ദിവസം. നമ്മുടെ മാമ്പഴം 3 മാമ്പഴം ഉണ്ടായിരുന്നു കേട്ടോ, അതിട്ടിട്ട് മോര് കാച്ചിയതാണ്. അങ്ങനെ മാമ്പഴത്തിൻ്റെ മോര്, ചോറ്, പച്ചടി തീർന്നില്ല കേട്ടോ. ഇനിയുള്ളത്
സോയാബീനും ഉരുളക്കിഴങ്ങും തേങ്ങ കൊത്തും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ മെഴുക്ക് വരട്ടി കണക്ക് വെച്ച് വയണയിലാണ് കേട്ടോ ഇതും കൊണ്ടിട്ട് നല്ല മണം കിട്ടാനായിട്ട്. അങ്ങനെ വേണ്ട പച്ചടി കൂട്ടി ചോറ് കഴിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും എൻ്റെ പച്ചടിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ അത് രേഖപ്പെടുത്തണം. കമൻസ് ഓൺ ആയിരിക്കും.